ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു സ്കാലപ്പ് ഡിസൈനാണ്. അത് സ്ലീവിൻ്റെ എൻഡിലാണ് നമ്മൾ സ്കാലപ്പ് ഡിസൈൻ കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് വിഡ്ത്തുള്ളൊരു ക്യാൻവാസ് പേപ്പർ എടുക്കാം. അതിൽ 1/2 ഇഞ്ചിൽ നമ്മൾ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു ഹാഫ് സർക്കിൾ വെച്ചിട്ട് നമുക്ക് സ്കാലപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ സെമി സർക്കിൾ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അല്ലാതെ തന്നെ സ്കാലപ്പ് ഡിസൈൻ പോലെ വരച്ചെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം ഇത് ആ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സ്കാലപ്പ് ഡിസൈൻ വരച്ച അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതൊരു ക്ലോത്ത് പീസിലേക്ക് അറ്റാച്ച് ചെയ്യണം. ക്ലോത്ത് പീസിൻ്റെ ചീത്ത വശത്താണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. അയൺ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ക്ലോത്ത് പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ക്ലോത്ത് പീസിന് ഒരു 2.5 ഇഞ്ച് വിഡ്ത്ത് മതി. ഇതിപ്പോൾ ഇച്ചിരി വിഡ്ത്ത് കൂടുതലാണ്. ഞാനത് അയൺ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ട സൈഡ് നമ്മൾ അങ്ങോട്ടേക്ക് മടക്കി അടിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ നമുക്കത് വെച്ച് കൊടുക്കാം. നല്ല വശവും ചേർത്ത് വേണം വെക്കാൻ. ആ ചെറിയ ക്ലോത്ത് പീസിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധയോടെ സ്റ്റിച്ച് ചെയ്യണം. ക്യാൻവാസിൽ കൊള്ളാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഷേപ്പ് കറക്റ്റാക്കി ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നോച്ചസ് കൊടുക്കാം. നോച്ചസ് കൊടുത്തതിന് ശേഷം നമുക്കത് ടേൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്കാലപ്പ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് വരാനായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഒരു ക്ലോത്ത് പീസ് വെച്ചിട്ട് ഞാനത് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് പേപ്പറിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് ഒരു ഡിസൈനായിട്ട് വരാനായിട്ടാണ് അങ്ങനെ ഒരു പീസ് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ പീസിലേക്കാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് നമുക്ക് ആ പർപ്പിൾ കളറുള്ള ആ ഒരു മെറ്റീരിയൽ കൂട്ടി വരും. ഇതാണ് നമ്മുടെ സ്കാലപ്പ് സ്ലീവ്.